ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. സമരം ചെയ്തവർ ഇപ്പോൾ അതിനെ വിജയമെന്ന് വിളിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ടല്ലോ. ഈ രാജി കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതം സുരക്ഷിതമായോ? ഈ പ്രതിഷേധം ശരിക്കും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയോ? അതോ വഴിമാറിയോ? അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്രമക്കേടുകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞുമലയുടെ ശരിക്കും ഒരു അറ്റം മാത്രമാണ്. തകർന്ന് തരിപ്പണമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ അതുകൊണ്ടും തീരുന്നില്ല. വിദ്യാർത്ഥികളുടെ ഈ നീറുന്ന രോഷത്തെയും തെരുവിലെ പ്രതിഷേധങ്ങളെയും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഹൈജാക്ക് ചെയ്യുവാൻ പിന്നാമ്പുറങ്ങളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. സമാധാനപരമായിട്ടുള്ള സമരങ്ങളിലേക്ക് അനാവശ്യ അജണ്ടകളും ആക്രമണങ്ങളും കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് ഒരായുസ് മുഴുവൻ പഠിച്ച് പരീക്ഷ എഴുതുവാൻ തയ്യാറായി നിൽക്കുന്ന പാവം വിദ്യാർത്ഥികളാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രക്ഷോഭങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? അതിപ്പോൾ ഏത് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമുക്കിതിന് പിന്നിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ചില കാര്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായും സമരം ചെയ്യുവാൻ തെരുവിലിറങ്ങിയത് ലക്ഷക്കണക്കിന് സാധാരണ വിദ്യാർത്ഥികളാണ്. തുടക്കത്തിൽ ഈ സമരം തികച്ചും സമാധാനപരമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും സമരമുഖത്ത് ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾ അത് മാറുന്ന ഒരു കാഴ്ച കാണുന്നു. പരീക്ഷാ ചോർച്ചയെക്കുറിച്ചും വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെക്കുറിച്ചും സംസാരിക്കേണ്ടയിടത്ത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ പറ്റിയും CAA, NRC വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയരുന്നു നമ്മൾ കേട്ടു. क्या 370 पाकिस्तान के कॉन्स्टिट्यूशन ने दिया था या हिंदुस्तान के कॉन्स्टिट्यूशन ने दिया था? ये लोग बस सीता के पति का नाम ले लेके नीता के पति का काम कर रहे हैं. പാർലമെന്റ് മന്ദിരം തകർക്കുമെന്ന രീതിയിലുള്ള അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ വരെ ചിലരിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. നിരോധിക്കപ്പെട്ട 6 for ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ് ഗുർപത്വന്ത് സിംഗ് സന്ത് പന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് $1 ദശലക്ഷം സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ പുറത്തു വരികയും ചെയ്തു. इस हिंदुस्तान दे छोटे छोटे टुकड़े ही हल है. 6 for justice is going to commit $1 million as an aid to CJP. ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതിനായി കാത്തിരിക്കുന്ന ഇത്തരം ശക്തികൾക്ക് വിദ്യാർത്ഥികളുടെ രോഷം ഒരു മികച്ച അവസരം നൽകും. സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കപ്പെട്ട ഡൽഹിയിലെ മുൻ ഗ്യാങ്സ്റ്റർ ഹാജി അഫ്സൽ ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദറിലെ സമരപന്തലിൽ നേരിട്ടെത്തി സംസാരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു വശത്ത് അക്കാദമിക് ഭാവിക്ക് വേണ്ടി നിലവിളിക്കുന്ന വിദ്യാർത്ഥികൾ, മറുവശത്ത് ഇത്തരം കുറ്റവാളികൾ. ഇത് സമരത്തിന്റെ വിശ്വാസ്യതയെ എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി ഈ സമരത്തെ മാറ്റുന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ, അതേസമയം ഭരണപക്ഷ നേതാക്കൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും മൊത്തം ആന്റി നാഷണലുകളെന്നും വിദേശ ഏജന്റുകളെന്നുമൊക്കെ മുദ്ര കുത്തുന്ന കേന്ദ്ര സർക്കാർ മറ്റൊരു വശത്ത്. कौन है ये सोनम वांगचुक? कौन है ये? एक शिक्षाविद है। कोई शिक्षाविद नहीं है, ये चाइना का एजेंट है. सोनम वांगचुक इनकी खुद की कंपनी विदेशी फंडिंग पर चलती है, तो जो विदेशों से पैसा लेकर के यहाँ के लोगों को भड़काने का काम करते हैं वो नहीं कर पाएंगे. ലഡാക്കിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ചൈനീസ് ഏജന്റ് എന്നാണ് ഇവിടെ വിമർശിച്ചത്. ഇവിടെ ആരാണ് ശരിക്കും തോറ്റത്? വിദേശ ഏജൻസികൾക്ക് അവരുടെ അജണ്ടകൾ പ്രചരിപ്പിക്കാൻ സാധിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്രവാർത്തകളും രാഷ്ട്രീയ മൈലേജുകളും കിട്ടി. अगर नेपाल का और बांग्लादेश का जेंजी सड़कों पे उतर के अपने देश की सरकारों को बदल सकता है, तो हमारे देश का जेंजी. പക്ഷേ രാത്രി 3 മണിവരെ ഉറക്കമിളച്ച് പഠിച്ച് പരീക്ഷ റദ്ദാക്കപ്പെട്ടപ്പോൾ വഴിയാധാരമായ ആ പാവം വിദ്യാർത്ഥിയുടെ ശബ്ദം ഈ മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് എന്നതാണ് എന്നെ ഏറെ സങ്കടപ്പെടുത്തിയത്. കേൾക്കുമ്പോൾ ഞാൻ തീർത്തും രാഷ്ട്രീയം സംസാരിക്കുകയാണ് എന്നൊരു ചിന്ത നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. ഞാനിങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൽ ചില കാരണങ്ങൾ കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി തെരുവിലിറങ്ങുന്നത് തൻ്റെ ചോർന്നുപോയ ചോദ്യക്കടലാസിന് ഉത്തരവും നഷ്ടപ്പെട്ട ഭാവിക്ക് നീതിയും തേടിയാണ്. അവിടെ ഉയരേണ്ടത് പരീക്ഷാ ബോർഡിൻ്റെ സുതാര്യതയെക്കുറിച്ചും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതേ സമരപന്തലിൽ പെട്ടെന്ന് ആർട്ടിക്കിൾ 370 CAAയും പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ചുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? അടിയന്തരമായി പരിഹരിക്കേണ്ട വിദ്യാർത്ഥികളുടെ നീറുന്ന പ്രശ്നങ്ങൾ അത് വെറും രാഷ്ട്രീയ ചെളിവാരി എറിയലുകൾക്ക് വഴിമാറുകയാണ്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ നിരാശയെ ചിലർ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളാക്കി തീർക്കാനുള്ള ആയുധമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. भाई अगर यहाँ पे 100% लोग हैं ना, तो उसमें से बस 10 से 20% ऐसे लोग हैं जो शांतिपूर्वक प्रोटेस्ट करना चाह रहे हैं. बाकी आधे से ज्यादा जितने भी आ रखे हैं ना, सारे गुंडे दंगाई टाइप के लोग आ रखे हैं. ലളിതമായി നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം.
ഒരു സാധാരണ വിദ്യാർത്ഥി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നത് രാജ്യത്തെ രാഷ്ട്രീയ നിയമങ്ങളെക്കുറിച്ച് വാദിക്കാനൊന്നുമല്ല, മറിച്ച് തന്റെ അധ്വാനത്തിന് അർഹിച്ച ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സമരത്തിലേക്ക് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. ഈ സമരം വിദ്യാർത്ഥികളുടേതായി മാറില്ല. ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്ന് സർക്കാരിന് വളരെ എളുപ്പത്തിൽ അപ്പോൾ ആരോപിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കാനുള്ള ഒരു വാതിൽ നമ്മളായിട്ട് അങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ കശ്മീരിന്റെ പ്രത്യേക പദവിയെക്കുറിച്ചോ പൗരത്വ നിയമങ്ങളെക്കുറിച്ചോ ഉള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആയി മാറിയാൽ സമരത്തിന്റെ കാതൽ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇത്തരം രാഷ്ട്രീയ കളികൾ കൂടി വിദ്യാർത്ഥികൾ തീർച്ചയായും തിരിച്ചറിഞ്ഞേ മതിയാവും. सत्य ये है कि आज की डेट में इस प्रोटेस्ट में बहुत सारे ऐसे लोग इन्वॉल्व हो गए हैं जिनके अपने पॉलिटिकल एजेंडाज हैं. बहुत सारे ऐसे लोग इन्वॉल्व हो गए हैं जो इन छात्रों के प्रदर्शन को कमजोर करने की कोशिश कर रहे हैं और अपना माइलेज लेने की कोशिश कर रहे हैं. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളൊരു 20 അല്ലെങ്കിൽ 21 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്. ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ മികച്ച ഒരു കോളേജ് അഡ്മിഷനോ വേണ്ടി ദിവസത്തിൽ 14ഉം 16ഉം മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണ്. കൂട്ടുകാരുമൊത്തുള്ള സന്തോഷങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ മുറിക്കുള്ളിൽ സ്വയം അടച്ചിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് കടം വാങ്ങി നിങ്ങളെ പരിശീലനത്തിനായി അയക്കുന്നു. ഒടുവിൽ ആ വലിയ ദിവസം വന്നെത്തുന്നു. പരീക്ഷ എഴുതി വീട്ടിൽ തിരിച്ചെത്തി അല്പം ആശ്വാസത്തോടെ ശ്വാസം എടുക്കുമ്പോഴാണ് ആ വാർത്ത ഇടുത്തി പോലെ വരുന്നത്. പരീക്ഷാ ചോദ്യക്കടലാസ് ചോർന്നു, പരീക്ഷ റദ്ദാക്കി. ഒരു പരീക്ഷ റദ്ദാക്കപ്പെടുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക? അടുത്ത മാസങ്ങളിൽ റീടെസ്റ്റ് നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? 2016 പേപ്പർ ചോർന്ന ഒരു സർക്കാർ പരീക്ഷയുടെ പുനഃപരീക്ഷ നടക്കുന്നത് 2020 അതായത് 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് വയസ്സ് 25 ആയിരുന്നുവെങ്കിൽ അടുത്ത പരീക്ഷ എഴുതുമ്പോൾ 29 വയസ്സാകും. നിങ്ങളുടെ കൂടെ പഠിച്ചവർ ജോലിയും തേടി ജീവിതത്തിൽ മുന്നേറുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യാതൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ കൂടി മറ്റാരുടെയോ അഴിമതിക്ക് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 4 വർഷങ്ങൾ പിഴയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഒരു സമയനഷ്ടമല്ല, ഇതൊരു വിദ്യാർത്ഥിയുടെ മാനസികാരോഗ്യത്തെ തകർത്തെറിയുന്ന പ്രക്രിയ കൂടിയാണ്. പരീക്ഷ നീണ്ടുപോകുമ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് കേട്ടോ. ഇത്രയും കാലമായി നീ എന്തെടുക്കുകയായിരുന്നു? ഈ ഒരു ചോദ്യം ചെന്ന് കൊള്ളുന്നത് അവരുടെ തന്നെ സെൽഫ് എസ്റ്റീമിലേക്കാണ്. വിഷാദം, കടുത്ത ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഒടുവിൽ ഈ വീണ്ടും പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പഴയതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അഴിമതിക്കാർ കാശുണ്ടാക്കി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ ജീവൻ ഒടുക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ ഒരു പ്രമുഖ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 2002 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന 45-ലധികം വൻ പേപ്പർ ചോർച്ചകളെക്കുറിച്ച് അവർ പഠനങ്ങളൊക്കെ നടത്തി. ഓരോ പരീക്ഷയിലും കുറഞ്ഞത് 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ 45 കേസുകളിലായി 1065-ലധികം ആളുകളെ പോലീസ് വിവിധ ഏജൻസികളും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അന്ന് വലിയ തലക്കെട്ടുകളിൽ വാർത്തകളൊക്കെ വന്നായിരുന്നു. നമ്മളും അത് കണ്ട് നീതിയൊക്കെ നടപ്പായി എന്ന് കരുതി സമാധാനിച്ചു. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ 45 പ്രധാന കേസുകളിൽ കോടതി വഴി പ്രതികൾക്ക് യഥാർത്ഥത്തിൽ ശിക്ഷ ലഭിച്ചത് കേവലം 2 കേസുകളിൽ മാത്രം. അതായത് 95%-ലധികം കേസുകളിലും പ്രതികൾ ഒന്നുകിൽ ജാമ്യത്തിലിറങ്ങി സുഖമായി ജീവിക്കുന്നു, അതുമല്ലെങ്കിൽ അന്വേഷണം അനന്തമായി നീണ്ടുപോയി തെളിവുകളില്ലാതെ കേസ് ഇല്ലാതായി മാറുന്നു. വർഷങ്ങളായി ഇന്ത്യയിൽ പരീക്ഷാ ചോർച്ച തടയാൻ കൃത്യമായ ഒരു കേന്ദ്ര നിയമമൊന്നും ഇല്ലായിരുന്നു. സാധാരണ രീതിയിലുള്ള തട്ടിപ്പ് വകുപ്പുകളൊക്കെ അനുസരിച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വകുപ്പുകളിൽ പ്രതികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജാമ്യവും ലഭിക്കും. മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങുന്ന ഇത്തരക്കാർ വീണ്ടും അടുത്ത പരീക്ഷയുടെ ചോർച്ചയ്ക്കായി നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് കേവലം 1-2 വ്യക്തികൾ ചെയ്യുന്നതല്ല എന്ന് കൂടി മനസ്സിലാക്കണം. ഒരു എക്സാം മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട്. കോച്ചിങ് സെന്ററുകൾ, പരീക്ഷാ ബോർഡിലെ ജീവനക്കാർ, പ്രിന്റിംഗ് പ്രസ്സുകൾ, ഇടനിലക്കാർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു ശൃംഖലയാണത്. കോടിക്കണക്കിന് രൂപയുടെ ബ്ലാക്ക് മണി ഇതിൽ മറിയുന്നുകൂടിയുണ്ട്. പലപ്പോഴും സിസ്റ്റത്തിനുള്ളിലുള്ള വമ്പന്മാർ രക്ഷപ്പെടുകയും ചെറിയ ഇടനിലക്കാർ മാത്രം പിടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കേസിൽ അന്തിമ വിധി വരാൻ 8 മുതൽ 10 വർഷം വരെ എടുക്കുന്നു. അപ്പോഴേക്കും സാക്ഷികൾ മൊഴി മാറ്റുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾ തങ്ങളുടെ കരിയറുമായി മുന്നോട്ട് പോയിട്ടും ഉണ്ടാവും. ചുരുക്കത്തിൽ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പലപ്പോഴും ചെന്ന് അവസാനിക്കുന്നത്. സോ പരീക്ഷ റദ്ദാക്കുന്നതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതോ കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു പരീക്ഷ ചോർത്തിയാൽ കഠിന തടവും വൻ പിഴയും ലഭിക്കുമെന്ന്, കേസുകൾ മാസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കുമെന്നുള്ള കൃത്യമായ സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ ഈ പരീക്ഷാ മാഫിയയെ തുരത്താൻ നമുക്ക് സാധിക്കൂ.
പേപ്പർ ചോർത്തുന്നവർക്ക് ശിക്ഷ ലഭിക്കാത്ത ഒരു രാജ്യത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ അമിതമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക? 2020 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 2025 3-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന സാക്ഷരതയും ഗണിതശേഷിയും ഉറപ്പാക്കും എന്നതായിരുന്നു അത്. എന്നാൽ പ്രഖ്യാപനങ്ങൾ 6 വർഷം പിന്നിടുമ്പോൾ ഗ്രാമീണ ഇന്ത്യയിലെ സ്കൂളുകളുടെ അവസ്ഥ എന്താണ് എന്നറിയാമോ? കേരളത്തെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ബിക്കോസ് വിദ്യാഭ്യാസത്തിന്റെ മികച്ച മാതൃകയാണ് നമുക്കുള്ളത് എന്ന് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. പ്രഥം എന്ന് പറയുന്ന ഒരു പ്രമുഖ സംഘടന നടത്തുന്ന ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിലെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സർവേ ഫലങ്ങളൊക്കെ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലെ സർക്കാർ സ്കൂളുകളിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഏകദേശം 70% പേർക്കും 2-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു ചെറിയ പാരഗ്രാഫ് പോലും തെറ്റുകൂടാതെ വായിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അക്ഷരം വായിക്കാൻ അറിയാത്ത ഒരു കുട്ടി എങ്ങനെയാണ് വരും കാലഘട്ടങ്ങളിൽ സയൻസും സോഷ്യലും ഒക്കെ കൃത്യമായി പഠിച്ചെടുക്കുക? ഇനി ഗണിതത്തിന്റെ കാര്യത്തിലോട്ട് വന്നാലോ, അതേ 6-ാം ക്ലാസ്സിലെ 72%-ലധികം കുട്ടികൾക്ക് ബേസിക് മാത്സ് പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ. നല്ലൊരു കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് പരീക്ഷണം സ്വയം ചെയ്ത് നോക്കാതെ പാഠപുസ്തകത്തിലെ പടം നോക്കി കാണാതെ പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരവസ്ഥയെപ്പറ്റി നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ വായനയാണ് ഒരു കുട്ടിയുടെ ചിന്താശേഷിയെ വളർത്തുന്നത് എന്ന്. എന്നാൽ ആയിരക്കണക്കിന് സ്കൂളുകളിൽ കൃത്യമായ ലൈബ്രറികളോ വായിക്കാൻ പുസ്തകങ്ങളോ ഇല്ല എന്നതാണ് വിഷമകരമായിട്ടുള്ളൊരു പ്രധാന കാര്യം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കറണ്ടും വെള്ളവും ഇല്ലാത്ത ഉത്തരേന്ത്യയിലെ ചില ക്ലാസ് മുറികളിലിരുന്ന് കുട്ടികൾ എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാകുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ശീലം മാറ്റുമെന്നും ചിന്താശേഷി വളർത്തുമെന്നും പറയുന്ന പുതിയ നയം നിലനിൽക്കെയാണ് ഈ ഒരു ഗതികേടെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇതിന്റെ ഉത്തരവാദിത്തം കുട്ടികളുടെയല്ല, മറിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടേതാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വന്തം കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 1 ലക്ഷത്തിലധികം സ്കൂളുകൾ ഒരൊറ്റ അധ്യാപകനെ വെച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. त्या शाळेमध्ये 72 विद्यार्थी शिक्षण घेतात. आज 5 वर्षे झाली त्या शाळेवर 2 शिक्षक आहेत. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഒരൊറ്റ മുറിയിലിരുത്തി ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഓരോ കുട്ടിക്കും വ്യക്തിഗതമായിട്ടുള്ള ശ്രദ്ധ ലഭിക്കുക? 2020 എഡ്യൂക്കേഷൻ പോളിസി അന്താരാഷ്ട്ര നിലവാരമുള്ള രേഖയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ മത്സര പരീക്ഷകളിലെ പേപ്പർ ചോർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഇതിനായി പണം ചെലവഴിക്കുന്നില്ല? 1968 കൊത്താരി കമ്മീഷൻ മുതൽ ഏറ്റവും ഒടുവിൽ വന്ന 2020 ദേശീയ വിദ്യാഭ്യാസ നയം വരെ ഒരേ സ്വരത്തിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയുടെ ആകെ GDPയുടെ കുറഞ്ഞത് 6% വിദ്യാഭ്യാസ മേഖലയ്ക്കായി മാറ്റിവെക്കണമെന്നുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരൊറ്റ തവണ പോലും നമ്മൾ GDPയുടെ 6% വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന എന്നോർത്തോണം. ഈ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിക്കുന്ന തുകകൾ ഒന്നിച്ചു കൂട്ടി നോക്കിയാൽ പോലും ഇന്ത്യ ഇന്ന് വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നത് GDPയുടെ കേവലം 3 മുതൽ 4% വരെ മാത്രമാണ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം വരും, മറ്റു ചിലർക്കൊക്കെ ഞെട്ടലും ഉണ്ടായേക്കാം. വൈക്കിംഗ് രാജ്യങ്ങളായിട്ടുള്ള നോർവേ, സ്വീഡൻ തുടങ്ങിയവയൊക്കെ GDPയുടെ 7 മുതൽ 8% വരെ വിദ്യാഭ്യാസത്തിനായി നൽകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമ്മളോടൊപ്പം വളരുന്ന പല വികസ്വര രാജ്യങ്ങൾ പോലും 5%-ൽ കൂടുതൽ ഇതിനായി മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് 140 കോടി ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഇന്ത്യ വെറും 3 മുതൽ 4% തുക കൊണ്ട് കാര്യങ്ങൾ ഒതുക്കാൻ നോക്കുന്നത്. ഈ തുക കൊണ്ട് വേണം രാജ്യത്തെ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് സ്കൂളുകളും കോളേജുകളും IIT-കളും ഗവേഷണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കാൻ എന്നുകൂടി ഓർക്കണം. വിദ്യാഭ്യാസത്തിന് പണം നൽകാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി പറയാം. അധ്യാപകരുടെ കുറവ്, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, പേപ്പർ ചോർച്ചയും അഴിമതിയും ഒക്കെ ഇതിലെ സ്ഥിരം അനുഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രക്ഷോഭം വിജയിച്ചു, മന്ത്രിയുടെ രാജി വാർത്തകളിൽ വലിയ തലക്കെട്ടായി, അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുന്നിൽ ജനരോഷം എത്തുകയും ചെയ്തു. പക്ഷേ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒരു വ്യക്തി മാറുന്നത് കൊണ്ട് മാത്രം പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം താനെ മാറുമോ? നമുക്ക് വേണ്ടത് രാജ്യപ്രഖ്യാപനങ്ങളൊന്നുമല്ല, മറിച്ച് മാറ്റാൻ കഴിയാത്ത ശക്തമായ നിയമങ്ങളാണ്. പരീക്ഷാ അഴിമതികളിൽ ഏർപ്പെടുന്നവർക്ക് അടിയന്തര ജാമ്യമില്ലാത്ത തടവ് ശിക്ഷയും വൻ തുക പിഴയും ഉറപ്പാക്കുന്ന കർശനമായ നിയമനിർമ്മാണം ഉണ്ടാവണം. പരീക്ഷകൾ കൃത്യസമയത്ത് നടത്താനും ഫലപ്രഖ്യാപനം മുതൽ റീടെസ്റ്റുകൾ വരെ കൃത്യമായ ടൈം ലൈനിൽ തീർക്കുവാനും ഏജൻസികൾക്ക് നിയമപരമായ ബാധ്യത ഉണ്ടാക്കിയെടുക്കാം. NTA പോലുള്ള പരീക്ഷാ ബോർഡുകളുടെ പ്രവർത്തനം സുതാര്യമാക്കി മാറ്റണം. ചോദ്യപേപ്പർ അച്ചടി മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വിശ്വസനീയമായ സാങ്കേതിക വിദ്യയും സുരക്ഷയും ഉറപ്പാക്കുക തന്നെ വേണം. ചോദ്യങ്ങൾ ചോർന്നാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കുന്ന രീതിയിലേക്ക് വ്യവസ്ഥകൾ മാറ്റിമറിക്കണം. ലളിതമായി പറഞ്ഞാൽ ഡ്രൈവർ മാറിയതുകൊണ്ട് മാത്രം കേടായ ഒരു വണ്ടി കൃത്യമായി ഓടില്ല എന്നാണ് പറയുന്നത്.
അതിനതിൻ്റെ എൻജിൻ തന്നെ നന്നാക്കിയേ പറ്റുള്ളൂ. വിദ്യാർത്ഥികളും പൊതുജനങ്ങളും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്. ഒരു രാജി കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ സമരം അവസാനിപ്പിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുകയോ ചെയ്യരുത്. പരീക്ഷാ സമ്പ്രദായത്തിലും ബജറ്റ് വിഹിതത്തിലും നിയമങ്ങളിലും ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുവരെ ഈ ചോദ്യങ്ങൾ തുടർന്നും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം സ്ഥാപനങ്ങളും രാജ്യവും മാറുന്നത് വ്യക്തികൾ മാറുമ്പോഴല്ല, കൃത്യമായിട്ടുള്ള നിയമങ്ങളും സിസ്റ്റവും നിലവിൽ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജെൻസി തലമുറയോട് എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം ഇതാണ്. നിങ്ങൾ വെറും ഒരു പ്രക്ഷോഭകാരിയോ തെരുവിൽ വെറുതെ മുദ്രാവാക്യം വിളിച്ച് ആവേശം കൊള്ളുന്ന കൂട്ടമോ ആയി ഒതുങ്ങരുത്. പകരം നിങ്ങൾ ഈ ഭരണകൂടത്തിൻ്റെയും ഈ ഒരു സിസ്റ്റത്തിൻ്റെയും രാഷ്ട്രീയ ബോധമുള്ള ഓഡിറ്റർമാരായി മാറുക തന്നെ വേണം. നിങ്ങളുടെ പ്രതിഷേധം മറ്റൊരാളുടെ സ്വാർത്ഥ ആവശ്യങ്ങൾക്കുള്ള ആയുധമായി മാറരുത്. ഇത് കൃത്യമായി തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ സമരം ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കസേരയിൽ നിന്ന് ഇറക്കി പുതിയൊരാളെ അവിടെ ഇരുത്താൻ മാത്രമുള്ളതായി പോകരുത്. പകരം ആ കസേരയിൽ ആര് വന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ഭയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കണം ഈ സമരത്തിൻ്റെ വിജയം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, സമാധാനപരമായ വഴിയിലൂടെ കൃത്യമായ തെളിവുകളോടെ നിയമപരമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എപ്പോഴും ഒരു സമരം വിജയിക്കുന്നതും അത് ഫലം കാണുന്നതും. കാരണം വിപ്ലവം എന്നത് തെരുവിൽ കാട്ടിക്കൂട്ടുന്ന രോഷപ്രകടനങ്ങൾ മാത്രമാകരുത്, മറിച്ച് അത് സിസ്റ്റത്തെ കൊണ്ട് കൃത്യമായ ഉത്തരങ്ങൾ പറയിപ്പിക്കൽ കൂടിയായിരിക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗ്യാരേജ്.